കേരളത്തിന്റെ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിൽ സമീപകാലത്ത് ഏറെ ചർച്ചയായ ഒരു വിഷയമാണ് കാലിക്കറ്റ് സർവകലാശാലയുടെ BA മലയാളം 4ാം സെമസ്റ്റർ പാഠപുസ്തകത്തിൽ റാപ്പർ വേടന്റെ ഞാൻ വാഴുന്നിടം എന്ന ഗാനം ഉൾപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം. പ്രശസ്ത അമേരിക്കൻ പോപ്പ് ഇതിഹാസം മൈക്കിൾ ജാക്സന്റെ ദേ ഡോണ്ട് കെയർ അബൌട്ട് അസ് എന്ന ഗാനവുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ് ഈ റാപ്പ് ഗാനം പാഠ്യപദ്ധതിയിൽ ഇടം നേടിയത്. അമേരിക്കൻ റാപ്പ് സംഗീതവും മലയാള റാപ്പ് സംഗീതവും തമ്മിലുള്ള താരതമ്യ പഠനമാണ് ഈ പാഠഭാഗത്തിന്റെ അടിസ്ഥാന ലക്ഷ്യമെന്നായിരുന്നു സർവകലാശാലയുടെ വിശദീകരണം. എന്നാൽ പാഠഭാഗം പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെ വിവിധ കോണുകളിൽ നിന്നും, പ്രത്യേകിച്ചും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് ശക്തമായ എതിർപ്പുകൾ ഉയർന്നു വരികയായിരുന്നു. റാപ്പ് സംഗീതത്തിന്റെ ആഗോള പ്രാദേശിക തലങ്ങൾ പാഠ്യപദ്ധതി രൂപകൽപ്പന ചെയ്തവർ വ്യക്തമാക്കുന്നത് പോലെ റാപ്പ് സംഗീതം ഒരു ആഗോള പ്രതിഭാസമാണ്. ആഫ്രോ അമേരിക്കൻ സമൂഹത്തിന്റെ പ്രതിഷേധങ്ങളിൽ നിന്നും ഉത്ഭവിച്ച് ലോകമെമ്പാടും വ്യാപിച്ച ഈ സംഗീത രൂപം സാമൂഹികവും രാഷ്ട്രീയവുമായ വിഷയങ്ങളെ അഭിസംബോധന ചെയ്യാൻ ശക്തമായ ഒരു മാധ്യമമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. മൈക്കിൾ ജാക്സന്റെ ദേ ഡോണ്ട് കെയർ അബൌട്ട് അസ് എന്ന ഗാനം വംശീയ വിവേചനം, സാമൂഹിക അനീതി, മാധ്യമ വിചാരണ എന്നിവയ്ക്കെതിരായ ശക്തമായ ഒരു പ്രതിഷേധമായിരുന്നു. അതുപോലെ വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന ഗാനം യുദ്ധം, പലായനം, അതിജീവനത്തിന്റെ വെല്ലുവിളികൾ തുടങ്ങിയ സമകാലിക വിഷയങ്ങളെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഈ രണ്ട് ഗാനങ്ങളെയും താരതമ്യം ചെയ്യുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് റാപ്പ് സംഗീതത്തിന്റെ സാർവത്രികമായ സ്വഭാവം, സാമൂഹിക വിശകലനത്തിനുള്ള അതിന്റെ കഴിവ്, വിവിധ സാംസ്കാരിക പശ്ചാത്തലങ്ങളിൽ അത് എങ്ങനെ വ്യത്യസ്തമായി അവതരിപ്പിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് വിദ്യാഭ്യാസ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. പാഠ്യപദ്ധതിയിൽ ഈ ഗാനങ്ങൾ വീഡിയോ ലിങ്കുകളുമായി ഉൾപ്പെടുത്തിയത് ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. ഇത് വിദ്യാർത്ഥികൾക്ക് ഒരു സംഗീത രൂപത്തെ അതിന്റെ യഥാർത്ഥ ഭാവത്തിൽ മനസ്സിലാക്കാനും കൂടുതൽ ആകർഷകമായ പഠനാനുഭവം നൽകാനും സഹായിക്കും. മലയാള റാപ്പ് സംഗീതത്തിന് സമീപകാലത്ത് ലഭിച്ച സ്വീകാര്യതയും യുവതലമുറയുമായി സംവദിക്കാൻ ഈ മാധ്യമത്തിനുള്ള കഴിവാണ് ഈ പാഠഭാഗം ഉൾപ്പെടുത്താനുള്ള ഒരു പ്രധാന കാരണം. BJP അനുകൂല സിൻഡിക്കേറ്റ് അംഗത്തിന്റെ പരാതി. ഈ വിഷയത്തിൽ ഏറ്റവും ശക്തമായ എതിർപ്പുയർത്തിയത് BJP അനുകൂല സിൻഡിക്കേറ്റ് അംഗം AK അനുരാജ് ആയിരുന്നു. അദ്ദേഹം വൈസ് ചാൻസലർ P രവീന്ദ്രന് രേഖാമൂലം നൽകിയ കത്തിൽ വേടന്റെ ഗാനം പാഠ്യപദ്ധതിയിൽ നിന്നും പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു. തന്റെ വാദങ്ങൾ സ്ഥാപിക്കാൻ അദ്ദേഹം പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഉന്നയിച്ചത്. ഒന്നാമതായി, റാപ്പർ വേടന്റെ വ്യക്തിപരമായ പശ്ചാത്തലത്തെക്കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. ലഹരി വസ്തുക്കളും പുലിപ്പല്ലും കൈവശം വെച്ചതിന് വേടൻ മുൻപ് അറസ്റ്റിലായിട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ പല വീഡിയോകളിലും മദ്യം ഉപയോഗിക്കുന്ന ദൃശ്യങ്ങളുണ്ടെന്നും അനുരാജ് കത്തിൽ ചൂണ്ടിക്കാട്ടി. ഇത്തരം വ്യക്തികളെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത് വിദ്യാർത്ഥികൾക്ക് തെറ്റായ സന്ദേശം നൽകുമെന്നും അനുകരണീയമല്ലാത്ത ജീവിതശൈലി പിന്തുടരാൻ അവരെ പ്രേരിപ്പിക്കുമെന്നും അദ്ദേഹം വാദിച്ചു. രണ്ടാമതായി, ഭാരതീയ സംസ്കാരത്തെക്കുറിച്ചായിരുന്നു അനുരാജിന്റെ ആശങ്ക. വേടന്റെ പാട്ടുകളിലും നിലപാടുകളിലും ഭാരതീയ സംസ്കാരത്തെ വെല്ലുവിളിക്കുന്ന ശൈലി പ്രകടമാണെന്ന് അദ്ദേഹം ആരോപിച്ചു. കലയിലും പഠനത്തിലുമൊക്കെ മഹത്തായ പാത സൃഷ്ടിച്ചുള്ള ഭാരതീയ സംസ്കാരത്തെ അറിഞ്ഞോ അറിയാതെയോ വെല്ലുവിളിക്കുന്ന ഇയാളുടെ രചന പഠിപ്പിക്കാൻ കാലിക്കറ്റ് സർവകലാശാല തയ്യാറാകുന്നത് തെറ്റായ സന്ദേശം സമൂഹത്തിന് പകരുമെന്നും അത്യന്തം ഖേദകരമായ ഈ തീരുമാനം പിൻവലിക്കണമെന്നും അനുരാജ് ആവശ്യപ്പെട്ടിരുന്നു. വേടന്റെ രചനകൾക്ക് പകരം കാമ്പുറ്റ മറ്റ് എഴുത്തുകാരുടെയോ സംഗീതജ്ഞരുടെയോ രചനകൾ പാഠഭാഗമാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിക്കുകയുണ്ടായി. ഈ ആരോപണങ്ങൾ വ്യക്തിപരമായ ജീവിതവും കലാസൃഷ്ടിയും തമ്മിൽ വേർതിരിച്ച് കാണുന്നതിലെ വൈരുദ്ധ്യങ്ങളെക്കുറിച്ചും ഒരു കലാകാരന്റെ ധാർമ്മികതയുടെ മാനദണ്ഡങ്ങളെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നതായിരുന്നു. ഈ വിവാദത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി സ്വീകരിച്ച നിലപാട് ഏറെ ശ്രദ്ധേയമായിരുന്നു. റാപ്പർ വേടനെതിരെ സംഘപരിവാർ നീക്കങ്ങളെ അദ്ദേഹം ശക്തമായി എതിർത്തു. 4 വർഷം മുൻപ് പാടിയ ഒരു പാട്ടിന്റെ പേരിൽ ഇപ്പോൾ നടക്കുന്ന വേട്ടയാടൽ ശരിയല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വ്യക്തിയുടെ പേരിന്റെ അടിസ്ഥാനത്തിലോ പാട്ടിന്റെ ഉള്ളടക്കത്തിന്റെ പേരിലോ സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളെ മന്ത്രി തള്ളിപ്പറഞ്ഞു. കേരളം ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും മഹാത്മാ അയ്യങ്കാളിയും ജീവിച്ച സാമൂഹിക നീതി ഉയർത്തിപ്പിടിച്ച മണ്ണാണെന്ന് മന്ത്രി ഓർമ്മിപ്പിക്കുകയുണ്ടായി. ജാതിപരമായ അധിക്ഷേപങ്ങളോ വേട്ടയാടലോ കേരള മണ്ണിൽ അംഗീകരിക്കപ്പെടുന്നില്ലെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. കലാകാരന്മാരുടെ ആശയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പുരോഗമന കേരളം എന്നും നിലകൊള്ളുമെന്നും ഉയർന്നുവരുന്ന കലാകാരനായ വേടനെ പോലുള്ളവർക്ക് അന്താരാഷ്ട്ര വേദികളിൽ അവസരങ്ങൾ ലഭിച്ചാൽ അത് നിഷേധിക്കപ്പെടരുതെന്നും മന്ത്രി ഊന്നി പറഞ്ഞു. ഒരു കലാകാരന്റെ ജീവിതത്തിലെ ഒറ്റപ്പെട്ട സംഭവങ്ങളെ മുൻനിർത്തി
അദ്ദേഹത്തിന്റെ കലാസൃഷ്ടികളെ വിലയിരുത്തുന്നത് ശരിയല്ലെന്ന ഒരു ശക്തമായ സന്ദേശമാണ് മന്ത്രി ഇതിനോടകം നൽകിയത്. ഈ വിവാദം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല, സാമൂഹികവും സാംസ്കാരികവുമായ തലങ്ങളിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. സർവകലാശാലകൾക്ക് പാഠ്യപദ്ധതി രൂപീകരിക്കാനുള്ള അക്കാദമിക് സ്വാതന്ത്ര്യവും ഒരു കലാകാരന്റെ വ്യക്തി ജീവിതത്തിലെ ധാർമ്മികതയും തമ്മിലുള്ള സംഘർഷം ഈ വിവാദത്തിൽ പ്രകടമായിരുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ തെറ്റുകൾ അദ്ദേഹത്തിന്റെ കലാസൃഷ്ടികളെ എങ്ങനെ ബാധിക്കണം എന്നതിനെക്കുറിച്ചുള്ള ധാർമ്മികമായ ചോദ്യങ്ങൾ ഇത് ഉയർത്തുന്നുണ്ട്. റാപ്പ് സംഗീതം പോലെ സാമൂഹ്യ മാറ്റങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ഒരു കലാരൂപത്തെ വിദ്യാഭ്യാസ രംഗത്ത് ഉൾപ്പെടുത്തുന്നത് വിദ്യാർത്ഥികളിൽ വിമർശനാത്മക ചിന്ത വളർത്താൻ സഹായിക്കുമെന്ന വാദം ഉയർന്നു. എന്നാൽ ഇത്തരം സംഗീതത്തിന്റെ ഉള്ളടക്കം യുവതലമുറയെ എങ്ങനെ സ്വാധീനിക്കും എന്നതിനെക്കുറിച്ചുള്ള ആശങ്കകളും പങ്കുവെക്കപ്പെട്ടു. ഭാരതീയ സംസ്കാരം എന്ന വാദം ഉന്നയിക്കപ്പെട്ടത് വിദ്യാഭ്യാസ മേഖലയിൽ സാംസ്കാരിക ദേശീയതയുടെ സ്വാധീനം വർദ്ധിച്ചു വരുന്നതിനെക്കുറിച്ചുള്ള സൂചന നൽകുന്നു. കലാസൃഷ്ടികളെ മതപരമോ സാംസ്കാരികമോ ആയ ചട്ടക്കൂടുകളിൽ ഒതുക്കാൻ ശ്രമിക്കുന്നത് കലാസ്വാതന്ത്ര്യത്തെ ഹനിക്കുമോ എന്ന ഭയവും പലരും പങ്കുവച്ചു. വേടനെതിരെ നടന്ന സൈബർ ആക്രമണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലെ വിദ്വേഷ പ്രചാരണങ്ങളെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും ഹനിക്കുന്ന പ്രവണതകളെയും തുറന്നുകാട്ടുന്നു. കാലിക്കറ്റ് സർവകലാശാലയിലെ റാപ്പ് ഗാന വിവാദം കേവലം ഒരു പാഠ്യപദ്ധതിയിലെ ഉൾപ്പെടുത്തലുമായി ബന്ധപ്പെട്ട ഒരു ലളിതമായ വിഷയമല്ല. ഇത് കലയുടെയും വിദ്യാഭ്യാസത്തിന്റെയും അതിരുകളെക്കുറിച്ചും വ്യക്തിജീവിതത്തിലെ ധാർമ്മികതയും കലാസൃഷ്ടികളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും സാംസ്കാരിക ദേശീയതയുടെ സ്വാധീനത്തെക്കുറിച്ചും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമുള്ള ആഴത്തിലുള്ള സംവാദങ്ങൾക്ക് വഴിവെക്കുന്നു. ഈ വിഷയത്തിൽ സർവകലാശാലയും സർക്കാരും സ്വീകരിക്കുന്ന നിലപാടുകൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ സാംസ്കാരിക ഭാവിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. കലാകാരന്മാർക്ക് അവരുടെ ആശയങ്ങൾ സ്വതന്ത്രമായി പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലനിർത്തേണ്ടത് പുരോഗമനപരമായ സമൂഹത്തിന് അത്യാവശ്യമാണ്. അതേസമയം വിദ്യാർത്ഥികളിൽ ശരിയായ മൂല്യബോധം വളർത്തുന്നതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വവും തള്ളിക്കളയാനാവില്ല. ഈ രണ്ട് താല്പര്യങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു സന്തുലിത സമീപനം കണ്ടെത്തുക എന്നതാണ് ഈ വിവാദത്തിൽ നിന്നും പഠിക്കേണ്ട പ്രധാന പാഠം.